നമുക്ക് മോശയുടെ പ്രാർത്ഥന കണ്ടോ? മോശ പ്രാർത്ഥിച്ചൊരു വഴി വീണ്ടും എന്നെ സ്വാധീനിക്കാൻ തുടങ്ങി. കാരണം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മോശയെ ഈശോ വിളിച്ച് വിശുദ്ധീകരിച്ചു കഴിഞ്ഞാണ് അവൻ്റെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അമലയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ ഹോസ്പിറ്റൽ ഡേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ കുറേ മത്സരങ്ങളാണ്. അപ്പോൾ എന്നെ പിടിച്ച ഒരു ഗ്രൂപ്പിൻ്റെ ലീഡറായി. എല്ലാ മത്സരത്തിനും ഞങ്ങളുടെ ഗ്രൂപ്പിനാണ് ഫസ്റ്റ് പോകുന്നത്. ഒരു ഉദാഹരണം പറയാം, ഞങ്ങളുടെ ഗ്രൂപ്പിൽ പാട്ട് പാടുന്നതിൽ ഏറ്റവും പുറകിൽ 7 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ 7 പാട്ട് ഗ്രൂപ്പിലെ 7ാമത്തെ ആളാണ് എൻ്റെ ഗ്രൂപ്പിൻ്റെ ലീഡർ. അപ്പോൾ ആ കൊച്ചിന് ഭയങ്കര സങ്കടമുണ്ട്. എല്ലാം എന്നോട് വധിച്ച് പറഞ്ഞു, സിസ്റ്റർ പാട്ടിന് എന്തായാലും സമ്മാനം കിട്ടുമെന്ന് സിസ്റ്റർ വിചാരിക്കേണ്ട കേട്ടോ, ബാക്കിയൊക്കെ കിട്ടുമായിരിക്കും, എന്തിനും കിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നമ്മളല്ലല്ലോ ഇതുവരെയും പൊരുതിയിരിക്കുന്ന ഈശോ അല്ലേ, മോളൊന്നും പേടിക്കേണ്ട, ധൈര്യപൂർവ്വം പാട്ട് പഠിച്ചോളൂ എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ കുട്ടിയുടെ കയ്യിൽ പാട്ട് ലീഡറുടെ അല്ല അവിടെ കയ്യിൽ എൻ്റെ കയ്യിലിരുന്ന ഒരു കുരിശും ഒരു കൊന്തയുണ്ട്. അത് ഞാൻ അവിടെ കൊടുത്തിട്ട് പറഞ്ഞു, മക്കൾ പാടാൻ കയറിക്കോ, പേടിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് ഞാൻ നേരെ അമലയിലുണ്ട്. അമലയിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ കൊച്ചു പള്ളിയുണ്ട്. ആ പള്ളിയുടെ മുമ്പിൽ പള്ളിയുടെ അകത്ത് കയറി ഈ മോശ ചെയ്തതുപോലെ തന്നെ ഞാൻ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് നിന്നു. വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു വചനം ഓടുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ ജയിക്കുകയും അമലേക്ക് തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഞാൻ മത്സരം എല്ലാം കഴിഞ്ഞ് റിസൾട്ട് കേൾക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകാറ്. ഒരു 3 മണിക്കൂർ സമയം ഞാൻ പള്ളിക്കകത്തിരിക്കാറുണ്ട്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് ചെന്നു. മത്സരത്തിൻ്റെ റിസൾട്ടുകളൊക്കെ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പാട്ടിൻ്റെ റിസൾട്ട് വന്നു. നിങ്ങൾക്കറിയോ, ഞങ്ങളുടെ ഗ്രൂപ്പിന് ഫസ്റ്റ്. അന്ന് എനിക്ക് മനസ്സിലായി, നമ്മൾ കരങ്ങൾ ഉയർത്തി നിന്നാൽ എത്ര അസാധ്യ കാര്യങ്ങളുണ്ടെങ്കിലും കിട്ടും. ഇപ്പം ഞാനിത് അമ്മമാരോട് പറയുമ്പോൾ നിങ്ങളൊന്നും പേടിക്കേണ്ടെന്ന്. മക്കൾക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങളുണ്ടല്ലോ, കരങ്ങൾ ഉയർത്തി തമ്പുരാൻ്റെ മുമ്പിൽ നിന്നേ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല മാർക്ക് മേടിക്കും.